ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കണ്ണൂരിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിനായി തിരച്ചിൽ തുടരുകയാണ്. പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നാണ് അമ്മയും കുഞ്ഞും പുലർച്ചെ 1 മണിയോടെ പുഴയിലേക്ക് എടുത്തു ചാടിയത്. വെങ്ങര നടുക്കുതാഴെ സ്വദേശിനിയാണ് മരിച്ചത്. ഇപ്പോൾ സന്തോഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, പുലർച്ചെയാണ് ഇവിടെ മീൻ പിടിക്കുകയായിരുന്ന ആളുകളാണ് ഈ അമ്മയും കുഞ്ഞിനെയും എടുത്ത് അമ്മ പുഴയിൽ ചാടുന്നതായി കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പിന്നീട് തിരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നു. പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. വെങ്ങര നടക്കുതാഴെ സ്വദേശിനി MV റീമയും 3 വയസ്സുള്ള മകൻ ഋഷിപ് രാജ് എന്നിവരെയാണ് കാണാതായത്. അതിനെ തുടർന്ന് ഊർജിതമായി തന്നെ തിരച്ചിൽ ആരംഭിച്ചു. സ്കൂബ സംഘം ഉൾപ്പെടെ പുഴയിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്ന് ഈ അമ്മയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിനു വേണ്ടിയുള്ള 3 വയസ്സുള്ള കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ തിരച്ചിൽ ഇന്ന് രാവിലെയാണ് തിരച്ചിൽ ആരംഭിച്ച് അല്പസമയത്തിനകം തന്നെ ഈ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ അധികം ആഴമില്ലാത്ത ഒരു സ്ഥലമാണ് എങ്കിൽ കൂടിയും ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ സ്കൂബ സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. എന്താണ് ഈ കുഞ്ഞിനെയും എടുത്ത് പുഴയിലേക്ക് ചാടാനുണ്ടായ പ്രേരണ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ പുഴയിലേക്ക് ചാടിയ യുവതിയുടെ അമ്മയും അച്ഛനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവുമായി അകന്നു കഴിയുന്നതാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച പ്രേരണ സംബന്ധിച്ച അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഭദ്ര.